ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത്. അതായത് മത്തിയൊക്കെ കറി വെക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ ഉടഞ്ഞ് പോയിട്ടുള്ള പരുവത്തിലാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞ മത്തിയാണ് നമുക്ക് കിട്ടാനുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ മാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസത്തിന് ശേഷം കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോ വരണ മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തന്നെ ക്ലീനാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിതായത് കാരണം തന്നെ നമുക്ക് മുറിക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മൺചട്ടിയിലാണ് നമ്മളിന്ന് മീൻ വെക്കുന്നത്. അപ്പോൾ മൺചട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് നെടുകയെ കീറിയതും കൂടിയും നമ്മുടെ ഈ മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പച്ചമുളകിൻ്റെ ഒരു കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് ഇട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കറിവേപ്പില ഒരു പിടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കൂടുതലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ കുറച്ചൊരു പിടി തന്നെ നമ്മുടെ മുറ്റത്ത് ഇഷ്ടം മാതിരി ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് വേഗം പൊട്ടിച്ച് കൊടുത്തിട്ട് ഇട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ടാട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ഒരു പിടി തേങ്ങ, അധികമൊന്നും വേണ്ട, ഒരു പിടി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ, അതായത് കുഞ്ഞ് ടീസ്പൂണാണ് കേട്ടോ, അതുകൊണ്ടൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ളത് അരയ്ക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. നിറച്ചങ്ങടെ ഒഴിക്കേണ്ട, ഒരൊപ്പത്തിന് ഒഴിച്ചാൽ മതി. എന്നാലാണ് നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് അരയ്ക്കാൻ വെക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നന്നായി അരയണം കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. കണ്ട ഈ പാകത്തിന് അരഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക്, ഈ ചട്ടിയിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എത്രയാണ് വെള്ളം മീൻ കറിയിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ മിക്സിയുടെ മൂടിയിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കറക്റ്റ്, നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ചാറിൻ്റെ മറ്റേ മൂടിയിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ഉള്ളിൽ ആ ഒരു പാകത്തിന് എത്രയാണ് ചാറ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാകത്തിന് നമ്മളിത് ജാറൊക്കെ കഴുകി, അതിൽ ഇഷ്ടമാതിരി ഉണ്ടല്ലോ, അതിനെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനതൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഇതിലൊഴിക്കാറ്. പിന്നെ നമ്മുടെ ചാറൊക്കെ അപ്പം ഇത്ര മതി കേട്ടോ. പിന്നെ ഉപ്പിന് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു കൈയളവിനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കല്ലുപ്പാണ് കൂടുതലും കറികളിൽ അങ്ങനെ ഇട്ട് കൊടുക്കാറ്. അതും സ്പൂൺ കൊണ്ടല്ല, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു പാകത്തിന് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവസാനമായിട്ടെല്ലാം ഇളക്കിയതിന് ശേഷം 2 ചുവന്നുള്ളി ഒന്ന് ചതച്ചതും കൂടി ഞാൻ ഈ മീൻ കറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓണാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മാങ്ങ പുളിക്ക് നമ്മളൊന്നും ഇട്ടിട്ടില്ല, മീനും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാങ്ങ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള കാരണം ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരുവിധം ചെനച്ച പോലെ എന്ന് പറയില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ ചെത്തി വരാട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ആ മാങ്ങ കറിയിലിടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഉടഞ്ഞു പോവും, മീൻ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനിടുമ്പോൾ അങ്ങനെ ഉടയാറില്ല കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ മീൻ കൂട്ടാനൊക്കെ തിളച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ഈ മൂവാണ്ട മാങ്ങ ഇട്ട് കൊടുക്കുള്ളൂ. നല്ല പുളിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മീൻ കറിയിലേക്ക്. ഞാൻ ഇടാറുണ്ട് കേട്ടോ മീൻ കറിയിലേക്ക്. അപ്പോൾ നമ്മളിന്ന് മൂവാണ്ട മാങ്ങയാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ മീനും ഒപ്പം മീനിട്ട വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടാണ്. മീൻ്റെ കറി തിളച്ചതിന് ശേഷം മീനും മാങ്ങയും നമ്മൾ ഒപ്പത്തിന് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അധികം വേവും അങ്ങനെ ഇതാവും വേണ്ട, രണ്ടും ഒരേ പാകത്തിന് അങ്ങനെ കിടന്ന് വെന്തോളും. പുളി വെച്ചാൽ ശരിക്കും അങ്ങോട്ട് മീൻ കറിയിലേക്ക് ഇറങ്ങിയോളും. അപ്പോൾ മീനും മാങ്ങയും കൂടിയിട്ട് ഞാൻ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക. നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ. നോക്കി നോക്കിയാൽ നമ്മുടെ മീനൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ മാങ്ങ കഷ്ണം ഇങ്ങനെ കരിമ്പ് പോലെ കിടക്കുകയല്ലേ, കണ്ട ഉടയാണ്ടൊക്കെ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉടയാന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ട മാവ് ഇങ്ങോട്ട് ഇത് മാങ്ങ വെച്ച് കറി വയ്ക്കുമ്പോൾ ഇങ്ങനെയാട്ടോ ഇടാറ്. അപ്പോൾ നമ്മുടെ കുറുകിയ ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെക്കാണ്ട് തുറന്ന് വെച്ചിട്ടാട്ടോ വേവിക്കുക. ഇനി അടച്ച് വെക്കണില്ല. അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ വേവുമ്പോൾ മാങ്ങയും മീനൊക്കെ ഉടയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മീൻ കൂട്ടാനൊക്കെ ഇങ്ങനെ കുറുകിയതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കാച്ചി ഒഴിക്കുക. നല്ലോണം എന്താ പറയുക, ഒരു ബ്രൗൺ നിറമായതിന് ശേഷം നമുക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങിയിട്ട മീൻ കറി സൂപ്പറാണ്. ഇതുപോലെ മൂവാണ്ട മാങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഉടയാണ്ട് നിങ്ങൾ മീൻ കറി വെച്ച് നോക്കി നോക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചാളയൊന്നും അങ്ങനെ കിട്ടാനില്ല, ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ വരുന്നതൊക്കെ അപൂർവമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള മീൻ നല്ല മീനായിരുന്നു കേട്ടോ, ഉടഞ്ഞൊന്നും പോയിട്ടില്ല, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ മീൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റ, ബൈ ബൈ.